ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ SCERTയിലെ നോട്ടുകളാണ്. ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. മൊബൈൽ PDF നോക്കി തയ്യാറാക്കിയ SCERT നോട്ട്സ്. അത് ഒരു 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള നോട്ട്സാണിത്. അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് റാങ്ക് ഫയൽ. ഇത് ലക്ഷ്യയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് മെയിൻസിന് വേണ്ടിയിട്ട് അവർ ഇറക്കിയിരിക്കുന്ന ഒരു റാങ്ക് ഫയൽ ആയത് കാരണം ഇതിനകത്ത് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും നമുക്ക് പ്രിലിംസിന് അത്രത്തോളം വേണ്ടെങ്കിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. NCERT ബേസ് തന്നെയാണ്. ഞാനിതിനകത്ത് RBI ആ പോർഷൻസൊക്കെ ഒന്ന് പഠിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ NCERT ടെക്സ്റ്റിൽ നിന്നും കൂടുതലായിട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ കമ്പ്യൂട്ടറിൻ്റെ കേസാണെങ്കിൽ ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ സെക്ഷൻ എന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് NCERT ടെസ്റ്റുമായിട്ട് റെഫർ ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഇതിനകത്ത് അഡീഷണൽ ഇൻഫർമേഷൻ കൂടുതലാണ്. ഞാൻ ഒരു പ്രിലിംസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അതിനകത്തുള്ള പോയിൻറ്റ്സ് മാത്രമാണ് ഇപ്പോൾ കവർ ചെയ്ത് പോകുന്നത്. നമുക്ക് മെയിൻസിന് കൂടെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത്ര ഡീപ്പായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ NCERTയുടേത് ഞാൻ മൊബൈൽ PDF നോക്കി തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ സ്റ്റാറ്റിക് റീജിയൻസ് ആയിട്ടുള്ള മാത്സ്, മലയാളം, ഇംഗ്ലീഷ് അതിന് ഞാൻ റാങ്ക് ഫയലും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ളത് ആദ്യം NCERT ടെക്സ്റ്റ് ബുക്സ്, അതിനുശേഷം SCERT, പിന്നെ റാങ്ക് ഫയൽ. പിന്നെ നമുക്ക് കൂടുതലായിട്ടും റെഫർ ചെയ്യാനായിട്ട് യൂട്യൂബ് ചാനൽസിനെയും ടെലഗ്രാം ചാനൽസിനെയും നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ പഠിക്കുന്നത്. ഇത്ര സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്തതിന് നമുക്കിത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.